75 സെൻറ്റ് സ്ഥലത്ത് നല്ല ക്വാളിറ്റിയുള്ള 4 BHK ഒരു വീട്, എല്ലാവിധ ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും കായ്ച്ച് കിടക്കണ വീട്, അങ്ങനെ തന്നെ പറയാം. ആവശ്യത്തിന് തേങ്ങയും കാര്യങ്ങളും. ഇതേ മംഗോസ്തിയൊക്കെ കായ്ച്ചിട്ടേ ഉള്ളട്ടാ. വീടാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ഒരു വീട്, അതും നല്ല വിലക്കുറവിൽ. എല്ലാവരും ഈ വീടിന് ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം ഈ പേജ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. കേരളത്തിലെവിടെയെങ്കിലും ഒരു വീട് വാങ്ങാനോ വിൽക്കാനോ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഉപകാരപ്പെടില്ല. ഇതേ പറമ്പ് കണ്ടോ, നല്ല പച്ചപ്പ്, കാരണം പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടി നിർത്തി നല്ല ഭംഗിയാക്കി സൂക്ഷിക്കണ ഒരു വീട്. അതേ കൂട്ടാണ് പറമ്പ് സൂക്ഷിക്കണം. ഇത് നിങ്ങൾ മൊത്തത്തിൽ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ, കാരണം ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കേട്ട് ഇത് കാണുമ്പോൾ കണ്ട ആവശ്യത്തിനുള്ള കൃഷിയും കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട്. കാരണം 75 സെൻറ്റ് സ്ഥലമുണ്ട്, അല്ല വാഴയും പയറും എല്ലാം വെച്ചേക്കണം. പിന്നെ അതുകൂടാണ്ട് താറാവിനെ വരെയും വളർത്തേണ്ടതാ. പിന്നെ ഇതിൻ്റെ എൻഡിലായിട്ട് ഇവർ കുറച്ച് ഏലം കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഈ ഏരിയയിലൊക്കെ ഏലം അങ്ങനെ കാണാത്തതാണ്. പക്ഷെ ഇവർ കുറച്ച് ഏലം കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചിട്ട് നല്ല രീതിക്ക് വലുതായിട്ടുണ്ട്. അത് കായ്ഫലവും വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതൊക്കെ കാണുമ്പോഴൊരു സന്തോഷമുണ്ട്. ആ അറ്റത്ത് നിൽക്കണ ഇതാണ് ഇതിൻ്റെ അതിര് വരുന്നത്. ഈ നിൽക്കണതൊക്കെ ഏലമാണ്. പിന്നെ ഇവർ അതുപോലെ ഇതിന് വളവും കാര്യങ്ങളൊക്കെ ചെയ്ത് പരിപാലിക്കണ കാരണമാണ് കണ്ട ഈ ലൈൻ മുഴുവൻ ഏലമാണ് നിൽക്കണം. അപ്പോൾ അതൊക്കെ അങ്ങനെ സൂക്ഷിക്കുന്ന ഒരു വീടാണിത്. അതും മെയിൻ ഹൈവേന്ന് വെറും 750 മീറ്റർ മാത്രമേ ഉള്ളൂ. നടന്ന് പോയി കഴിഞ്ഞാൽ നേരെ ബസ് സ്റ്റോപ്പിലാണ്. കാരണം ഇവിടെ നിന്ന് റോഡിലോട്ട് ഇറങ്ങി ചെല്ലണത് നേരെ ബസ് സ്റ്റോപ്പാണ്. അതെല്ലാം ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങളെ. അതെല്ലാം കണ്ടാലേ നിങ്ങൾക്ക് ഈ വീടിൻ്റെ സൗകര്യങ്ങളും, അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഈ വിലക്ക് ഇതേ കൊടുത്തൊരു വീട് കിട്ടുമെന്ന്. അത്രയും ലാഭമാണ് ഈ വീട്. കാരണം ഈ വീടിൻ്റെ ക്വാളിറ്റി നിങ്ങൾ അകത്തേറി കാണണം. പിന്നെ ഇൻറ്റീരിയലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഈ വീട് എങ്ങനെ ഉണ്ടെന്ന്. എൻ്റെ താറാവാണ്ട, ഇവിടെ കുറച്ച് താറാവിനുള്ളത്. അതിൻ്റെ ആ കുളവും ഈ സൈഡിലൊരു കുറച്ച് വെള്ളം കണ്ടില്ലേ, ഞാനത് കാണിച്ചു തരാട്ടാ. ഇവിടെ എൻ്റെ 6-7 താറാവിനെ വളർത്തുന്നുണ്ട്. ഉണ്ടാവും നമ്മൾ കാണുമ്പോഴൊക്കെ ഓർഡറാണ്. എൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിൽ വെള്ളം കിടക്കണ താറാവിന് ഇറങ്ങാൻ വേണ്ടിയാണ്. കണ്ട താറാവിനെ വരെ വളർത്തണുണ്ട്. കോഴി കാര്യങ്ങളെല്ലാം വളർത്താം നമുക്ക്. അങ്ങനെ ഒരു വീട്ടിലത്തേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള പറമ്പുണ്ടെന്നുള്ളതാണ്. കാണാൻ എന്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്കി. അതുപോലെ സൂക്ഷിക്കണ വീടുകൾ. കാരണം ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. കാരണം ഒരു വീടിൻ്റെ ആ ഒരു ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കയറുമ്പോൾ ഒരു വെട്ടവും വെളിച്ചവും അങ്ങനെയൊക്കെ കാണൂല. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പോസിറ്റീവ് വൈബുള്ള വീടാണ്. അപ്പം അങ്ങനെയുള്ള വീടാണിത്. ഉണ്ട്, കാർ പോർച്ച് ഉണ്ട്. അതില്ലാണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇഷ്ടം പോലെ സ്പേസാണ്. ചെടിയും കാര്യങ്ങളും എവിടെ നോക്കിയാലും നല്ലൊരു എന്താ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു വീട്, ഒരു എക്സിക്യൂട്ടീവ് ലുക്ക് വീട് എന്ന് പറയണ്ട. എന്തൊരു ചെടികളാണെന്ന് നോക്കി. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. ഇവിടെ നമുക്ക് എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. കാരണം നല്ല രീതിക്ക് സൂക്ഷിക്കുന്ന ഒരു വീട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറി അകത്തെ കാഴ്ചകൾ കാണാം. അപ്പോഴാണ് ഈ വീടിൻ്റെ ആ ഒരു വൈബ് നമുക്ക് മനസ്സിലാണ്. കണ്ട, ഇതാണ് സിറ്റ് ഔട്ട്. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട് എന്ന് തന്നെ പറയാം. ഇതേ കയറി വരുമ്പോഴുള്ള ലിവിങ് ഏരിയ. ഈ ഫർണിച്ചറൊക്കെ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. ഇവർ എന്തായാലും കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയതേ. ഇവർ നേരെ തുടങ്ങി ഉപയോഗിക്കണം. അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവർ എടുക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടാവും. കണ്ട, ഇതാണ് ലിവിങ്. എന്താ ഒരു ഭംഗി നോക്കി. നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തേക്കണ ലിവിങ് സ്പേസ്. ഇതേ ഡൈനിങ് ഹാള്. ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം നോക്കി നിങ്ങൾ. നമ്മൾ ആദ്യം കാണിച്ചാണ്ട അത് ക്രിസ്ത്യൻസിൻ്റെ വീടാണ്. അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. കണ്ട, ഇതൊരു ടീച്ചറിൻ്റെ വീടും കൂടെയാണ്. ടീച്ചർ, ഹെഡ് മിസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ മൊമെൻ്റൊക്കെ അവിടെ ഇരിക്കണുണ്ടല്ലേ. ഉണ്ടാവും ഡൈനിങ് ഹാളിൻ്റെയൊക്കെ വലിപ്പം നോക്കി. അതും എന്ത് ഭംഗിയാണെന്ന് നോക്കി. നല്ല
കാരണം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പക്ക ക്വാളിറ്റി ഉള്ള വീട്. ഇത് ഫസ്റ്റ് ബെഡ്റൂം ആണ്. ബെഡ്റൂമിൻ്റെ വലിപ്പമൊക്കെ നോക്കിക്കോട്ടെ. ഇത് ഒറ്റ നില വീടാണ്ട. ഒറ്റ നില തന്നെ 2350 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, അതിൽ 3 അറ്റാച്ച്ഡ്. ഇതേ കബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിൻ്റെയൊക്കെ പുതുമ ഉണ്ട്. ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കുന്നത്. കാരണം ഈ വീടിന് ഏകദേശം 10 വർഷം പഴക്കമുണ്ട്. കണ്ടാൽ പറയും ഇതിന് 10 വർഷം പഴക്കമുണ്ടെന്ന്. പിന്നെ ഇവർ വെളിയിലായിരുന്നിട്ട് ഇത് പൂട്ടിയിട്ടേക്കണായിരുന്നു. അധികം താമസിക്കാത്ത വീടാണ്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം, ഇതും അറ്റാച്ച്ഡാണ്ടാ. എല്ലാത്തിനും ഇൻറ്റീരിയൽ വർക്ക് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിന് പഴക്കമുണ്ടെന്ന് തോന്നണ്ട. കറക്റ്റ് 10 വർഷം പഴക്കമുണ്ട് ഇതിന്. അതാണ് നല്ല രീതിക്ക് നോക്കണ നല്ല വീടുകളാണിത്. ഇതൊക്കെ മണൽ കൊണ്ട് പണിതേന്, മണലും ഇഷ്ടിയും കൊണ്ട് പണിതേന്. കാരണം അന്ന് മണലിനൊന്നും ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് കോതമംഗലം മൂന്നാർ ഹൈവേയിൽ ഊന്നുകല്ലാണ്. മങ്ങാട്ടുപടി ഊന്നുകല്ല് ജംഗ്ഷൻ്റെ ഒരു 750 മീറ്റർ കറക്റ്റ് വീടിൻ്റെ ഫ്രണ്ട് വരെ. റോഡ് വരെയാണെന്നുണ്ടെങ്കിൽ ഒരു 700 മീറ്റർ ഉണ്ടാവില്ല. ഇതേ മൂന്നാമത്തെ ബെഡ്റൂം. ബെഡ്റൂമിൻ്റെയൊക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കോട്ടോ. കബോർഡ് കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എല്ലാ റൂമിനും. അപ്പോൾ ഈ 75 സെൻറ്റ് സ്ഥലത്തിനും ഈ 2450 സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കണ വില 1,90,00,000 രൂപയാണ്. അതും സൈഡിൽ നെഗോഷ്യബിളാണ്. നേരിട്ട് വന്ന് സംസാരിക്കുക. നേരിട്ട് അവരോട് സംസാരിച്ച് വീടൊക്കെ കണ്ട്, വീട് കണ്ടില്ലേ, വീട് പക്കാ ക്വാളിറ്റി വീടാണ്. അപ്പോൾ നിങ്ങൾക്ക് കോതമംഗലം മൂന്നാർ ഹൈവേക്ക് അടുത്ത് ഊന്നുകല്ല് മങ്ങാട്ടുപടി ഒരു വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരെ വന്നോ ഈ വീട് വാങ്ങിക്കോ. കാരണം പക്കാ ക്വാളിറ്റി നല്ല വീട്, 75 സെൻറ്റ് സ്ഥലവും. ഇതേ നാലാമത്തെ റൂം. ഈ റൂമിന് മാത്രം അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ല കേട്ടോ. അതിന് ഈ തൊട്ട് സൈഡിൽ തന്നെ കോമൺ ബാത്റൂം, കബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നേരിട്ട് വരാം. വീട് കാണാം, പാർട്ടിനോട് വിലയും കാര്യങ്ങളെല്ലാം സംസാരിക്കുക. ഇത് കിച്ചൻ്റെയൊക്കെ വലിപ്പം നോക്കി നിങ്ങൾ. ഇത് ഫസ്റ്റ് കിച്ചണുണ്ട്. ഇതാണ് മെയിൻ കിച്ചൺ. ഇനി സെക്കൻഡ് കിച്ചൺ ഉണ്ട്. ഈ കാണുന്ന തടി കംപ്ലീറ്റ്, അതായത് ഈ വീടിൻ്റെ വാതിൽ കാര്യങ്ങളെല്ലാനും തേക്കാണ്ട. അത്രയും ക്വാളിറ്റിയിൽ പണിതേക്കണ ഒരു വീടാണ്. ഇവർ എറണാകുളത്തോട്ട് താമസം മാറുന്ന ഒരു കാരണം കൊണ്ട് മാത്രം കൊടുക്കണ വീടാണിത്. ഇതേ സെക്കൻഡ് കിച്ചൺ. ഇവിടെയാണ് തീ കത്തിക്കാനുള്ള അടുപ്പ് കാര്യങ്ങളെല്ലാനും സെറ്റ് ചെയ്തേക്കണം. ഇവിടെയാണ് ഇതാണ് നിങ്ങളുടെ ഒരു വർക്കിംഗ് സ്പേസാണിത് വീടിൻ്റെ ബാക്കിലുള്ളത്. അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനും വർത്താനം പറഞ്ഞിരിക്കാനുള്ള ഒരു ഏരിയ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു സ്പേസ് ഉണ്ട്. ഇതാണ് മുകളിലോട്ട് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ്, കാരണം സാധനങ്ങളൊക്കെ വെക്കാനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ. കാരണം മുകളിൽ ഓടിട്ടേക്കാനുള്ള ഇവിടെയാണ് ഇവരുടെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്തേക്കണം. പറമ്പിലുള്ള റബ്ബറിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. ഇതേ ഹൈവേ. ഇതാണ് ഊന്നുകല്ല് സ്റ്റോപ്പ്. കണ്ട ബസ് സ്റ്റോപ്പാണ്. കണ്ട ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലേ, നേരെ ഒരു ഓട്ടോ പോകണ്ട. ആ വഴിക്ക് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് ഒരു